ഹലോ, വെൽക്കം ബാക്ക്. രാവിലെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് ഇതാ ചായക്കുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസൊക്കെ കത്തിച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു പാക്കറ്റ് പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടുപൊടി പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് പൊടി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നനച്ചെടുക്കുമ്പോൾ അത്ര അങ്ങോട്ട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. പിന്നെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഡ്രൈ ആവുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് തിരുമ്മിയെടുക്കുന്ന സമയത്താണ് പൊടിയുടെ ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാവും. അത്രത്തോളം പൊടി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ്, ഇതൊരു 1/2 കപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ്, വീണ്ടും ഒരു 1/2 കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1.5 കപ്പ് എടുത്തിട്ട് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ചൂട് വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ലിങ്ക് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആരൊക്കെ കണ്ടു എന്നൊക്കെ അറിയുന്ന അതാണല്ലോ നമ്മൾ നോക്കുക. പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ വാട്സപ്പിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കാണാൻ പോകുന്നില്ല. എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10-300 കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ ഒരു വാട്സപ്പിൽ. അതിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ലിങ്കൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ റൈറ്റ് സൈഡിലുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്യുന്നത് 2-3 പേര് മാത്രമാണ് കേട്ടോ. സംഭവം ഫാമിലിയും ഫ്രണ്ട്സും അടുത്തറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അവരൊന്നും നമ്മുടെ വീഡിയോ കാണാനും പോകുന്നില്ല കേട്ടോ. നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു ഫ്രണ്ട്സും കാര്യങ്ങളും പുറത്തുനിന്നുള്ള ആ വ്യൂസും കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പിന്നെ FBയിലാണെങ്കിലും കുറച്ച് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. വീഡിയോസ് അങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടു പോകുന്നവരുണ്ട്. എന്നാൽ വീഡിയോസ് ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ, ലൈക്ക് ചെയ്യുന്നവർ അങ്ങനെയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്തിരി വ്യൂസ് കുറവായതുകൊണ്ട് നമുക്ക് നല്ല വിഷമമാണ്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസ് ഇല്ലയെന്ന് വരുമ്പോൾ വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു മൂഡേ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വീണ്ടും ഞാൻ കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് നനച്ചെടുത്തത്. അങ്ങനെ ഇപ്പോൾ എൻ്റെ പുട്ടുപൊടി നന്നായിട്ട് ഒരുപാടായി. പിന്നെ നമ്മളിതാ പുട്ടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ജസ്റ്റ് 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് പുട്ട് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാലും വെള്ളം കൂടി തിളപ്പിച്ചെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് പുട്ട് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതിപ്പോൾ എത്ര ഉണ്ടാക്കിയെടുക്കണമെന്ന് ചിന്തിക്കും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വയറൊക്കെ നിറയും കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ മസാലയൊക്കെ തേച്ചിട്ട് ആദ്യം പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്കുള്ള ഒരു മസാലയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള, വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. പിന്നെ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നിങ്ങളാരും മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട, പ്രത്യേകിച്ചും ബന്ധുക്കളുടെ. എന്നാൽ എല്ലാ ബന്ധുക്കളും അങ്ങനെയല്ല കേട്ടോ, നല്ലവരും ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് കാത്തു നിൽക്കണ്ട, അവരെ വഴിക്ക് വിടുക കേട്ടോ. വാട്സപ്പിൽ പോലും നമ്മളെ മ്യൂട്ട് ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൂടെ പോലും നമ്മളെ കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡേ ചെയ്യണ്ട. നമുക്കെല്ലാവരെയും തൃപ്തിപ്പെടുത്തുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അതിൻ്റെ വഴിക്ക് വിടുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന ജോലി നല്ലതാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് മുന്നോട്ട് പോകും. ചിക്കന് നമ്മൾ ആദ്യം മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സവാളയൊക്കെ ഞാൻ തക്കാളി അതുപോലെ ചോപ്പ് ചെയ്തപ്പോൾ പൊടിയായി അരിഞ്ഞ് കിട്ടും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാലയും അതുപോലെ തന്നെ ഒരു നുള്ളു ബിരിയാണി മസാലയും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് പൊരിച്ച ചിക്കനാണ്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കുറച്ച് ഉണ്ടെങ്കിൽ ഇത്തിരി തക്കാളി സോസും കൂടി ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സവാള ഒരുപാട് എടുക്കേണ്ട, ചിക്കൻ എത്രയാണ് ഉള്ളതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം.